ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ശ്രദ്ധേയമാകുന്ന ഇടമാണ് മുതലപ്പുഴി. നിരവധി പ്രതിസന്ധികൾ മുതലപ്പുഴിയിലെ ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അവിടുത്തെ ജനത. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അഞ്ചുതെങ്ങിലെ മുതലപ്പുഴി. ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ നിത്യവൃത്തിക്കായി കടലിലേക്ക് പോകുന്നയിടം. നിരന്തരം അപകടങ്ങളും ആ അപകടങ്ങളിൽ നിരവധി പേർക്ക് ജീവഹാനിയും ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്കും മുതലപ്പുഴയുടെ മണ്ണ് സാക്ഷിയായിട്ടുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മുൻപുണ്ടാകാറുള്ള അപകടങ്ങൾ കുറഞ്ഞതായി മുതലപ്പുഴി നിവാസികൾ പറയുന്നു. എന്നാൽ കടൽ കയറി വീട് നശിക്കുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട്. വോട്ട് ചെയ്യും, ഞങ്ങൾ വോട്ട് ചെയ്യും. നമ്മളൊരു വോട്ട് പാഴാക്കുമോ മക്കളെ? നമ്മൾ പാഴാക്കുന്നില്ല, ഒരിക്കലും പാഴാക്കൂല. നമുക്ക് ആ വാഗ്ദാനം പാലിക്കപ്പെടാതാണ് നമുക്കുള്ള വിഷമങ്ങൾ വരുന്നത്. അവർ 1:30 സമയം പൂവേ പൊന്നിയെന്ന് പറഞ്ഞൊക്കെ വരും, പിന്നെ അവരെ കാണാൻ കൂടെ കിട്ടത്തില്ല. മെഞ്ഞാന്നില്ല, പാലത്തിൻ്റെ അടുത്ത ലൈറ്റ് അത്രയും പോയി കിടക്കും. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും, ഒരു എണ്ണം പോലും കത്തുന്നില്ല. ആര് ജയിച്ചാലും അവർ ചെയ്യാനുള്ളത് കിട്ടാനുള്ളത് ആ പാവങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലാതെ മുഖപ്രീതി വെച്ചൊന്നും വാങ്ങിക്കൊടുക്കണം. എല്ലാവർക്കും ചെയ്യണം. ഞങ്ങളൊക്കെ വിധവകളാണ്, ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഒരു കിടക്കാടം പോലും ഇല്ലാതെ ഞങ്ങൾ കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലം മാത്രമുണ്ട്. അത് നൂത്തി കെട്ടാൻ പോലും ഞങ്ങൾക്ക് നൂത്തി കെട്ടണമെങ്കിൽ തന്നെ അത് മനസ്സുറച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും പൈസയും ചിലവാക്കി നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീടുകൾ ഉപേക്ഷിച്ച് വാടക വീടുകളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരാകുകയാണ് പലരും. നിലവിലെ ഉപജീവനമാർഗം ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലെ വീടുകളിലേക്ക് ചേക്കേറുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. നമ്മുടെ അവസ്ഥ നമുക്ക് കിടക്കാൻ ഇടമില്ലേ? കടൽ കയറ്റാൻ ഭയങ്കര. അവരിവിടെ മുട്ടടിക്കാനും ഇട്ടാണ്ട് താഴമ്പളില്ലേ ഓട്ടം അവർക്ക് ആളുകൾക്ക് വേണ്ടി അവരടിക്കുന്നു. ഇങ്ങോട്ട് ആളുകൾക്ക് അടിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന് ശേഷം തങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല എന്ന പരാതിയാണ് ഇവിടുത്തുകാർക്ക്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ മാറ്റം വേണമെന്നുള്ളതാണ് മുതലപ്പുഴി നിവാസികളുടെ നിലപാട്. മുതലപ്പുഴിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ എന്ന് ചോദിച്ചാൽ ചിലതിനൊക്കെ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം മുതലപ്പുഴിയിലെ ജനങ്ങൾ നേരിടുന്ന പല വെല്ലുവിളികളും പ്രതിസന്ധികളും ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനവർ വോട്ട് ചെയ്യാനിറങ്ങുന്നതും. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.